ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മിപ്പം ചെറിയൊരു ക്ലീനിങ് ആണ്. നബിത്തിനെല്ലാം വരാൻ പോകുന്നല്ലേ, അപ്പൊ നമ്മൾ വിചാരിച്ചൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കാന്ന്. എന്തുമാ റസൂലുള്ളാനെ അതന്നെ. അപ്പൊ ചെറിയൊരു ക്ലീനിങ് ആണ്. ഉമ്മതാടെ വണ്ണാമ്പലടിച്ചോണ്ടുണ്ട്. ചോറെല്ലാം ബേച്ചിട്ടാ, ബേച്ചതിന് ശേഷമാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. ഇവിടെ റൂമെല്ലാം വൃത്തിയാക്കാണ്ട് കുഞ്ഞുറങ്ങുന്നുണ്ട് ഗൈസ്. നല്ല വെയിലാണ് കേട്ടോ. ഇപ്പൊ 2 ദിവസമായി ഭയങ്കര ഒരു വെയില്, മഴയൊന്നും ഇല്ലാത്തോണ്ട് നല്ലൊരു പാങ്ങുണ്ട് അന്തരീക്ഷമെല്ലാം കാണാൻ. അങ്ങനെ ഇത് ഉമ്മ മുറ്റത്തെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ചുമലെല്ലാം കുഞ്ഞെണീച്ചിട്ട് അവള് കൈമുണ്ട്. അങ്ങനെ ഉമ്മെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ ബണ്ണാമ്പലിന്റെ കൈ ഒടിഞ്ഞു ഗൈസ്. ഉമ്മ അങ്ങനെ എല്ലാം പിടിച്ച് എടുക്കുന്നുണ്ട്. നമ്മ കൊറേ ആയി മുറ്റെല്ലാം ചുമലെല്ലാം വൃത്തിയാക്കിയിട്ട്, അതാണ് ഉമ്മ ഇപ്പൊ വൃത്തിയാക്കുന്നുള്ളത്. അങ്ങനെ ബണ്ണാമ്പലിന്റെ കൈ ഒടിഞ്ഞു പോയി ഗൈസ്. ബണ്ണാമ്പലിന്റെ കൈയെല്ലാം വേറെ വേറെ അയച്ചിട്ടുണ്ട്. നമ്മളെ പണി ഇതിടാൻ മുടങ്ങി ഗൈസ്. അങ്ങനെങ്കിൽ ഇത് സെറ്റാക്കിട്ട് ഫുൾ വൃത്തിയാക്കണം. ഇന്ന് റൂമെല്ലാം ബാക്കി ഉണ്ടത്ര. അപ്പൊ ബണ്ണാമ്പലിന്റെ കൈ ഒടിഞ്ഞു ഗൈസ്. ഉമ്മ നോക്കുന്നുണ്ട് സെറ്റാവോന്ന്, നോക്കാം നമുക്ക്. അങ്ങനെ ഇതാ ഉമ്മന്റെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഉമ്മാന്റെ കൈക്ക് കഴിയാതെ നിങ്ങ പറയും, കൈക്ക് കഴിയാത്ത ഉമ്മാനെ കൊണ്ട് എന്തിനാ പണിയെടുപ്പിക്കുന്നേന്ന്. ഉമ്മക്ക് അടങ്ങി നിക്കാൻ കഴിഞ്ഞില്ല ഗൈസ്, അതാണ് സത്യം. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാന്ന്, ഉമ്മ കേക്കുന്നില്ല ഗൈസ്. എന്റെ കുഞ്ഞിതിടെ കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പുതിയ വാങ്ങിയതാണ് കേട്ടാ, റാബിറ്റ് ഷോപ്രിക്സ് എന്ന് വാങ്ങിയതാണ് ഇന്നലെ. ഇങ്ങനെയുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് ഉള്ളിലത്തെ സോഫ എല്ലാം അതിസാഹസികം കൊണ്ട് പുറത്തെത്തിച്ച്, എങ്ങനെയെല്ലാം എത്തിച്ച്. അനിയനില്ല, കളിക്കാൻ പോയിനി. ഞാനും ഉമ്മാവില്ല. ഉമ്മാന്റെ കയ്യിലാണെങ്കിൽ കുഞ്ഞി. അങ്ങനെ എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി സോഫ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട്, പൊടിയെല്ലാം കണ്ട പൊടി പിടിച്ചിട്ടുണ്ട്, മൊത്തം ക്ലീൻ ആക്കിയിട്ടായിട്ട് വേണം ഇവിടെ തോർത്തിട്ട് വെള്ളം വെച്ചിട്ട് കഴുകാന്ന് വിചാരിച്ച്. അങ്ങനെ കഴുകിയിട്ട് വെക്കാൻ. കാട്ടം കണ്ടിട്ട് ഇങ്ങൊന്നും വിചാരിക്കണ്ട. അത് കൊറേ ആയി സോഫന്റെ അടിയെല്ലാം വലിച്ചിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട്, ഒന്നിനൊരു ടൈം കിട്ടുന്നില്ല, അതാണ്. അങ്ങനെ ഇപ്പൊ വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ. അങ്ങനെ നമുക്ക് വൃത്തിയാക്കിയിട്ട് വരാം. ഉമ്മാന്റെ കയ്യിൽ എന്റെ കുഞ്ഞുണ്ട് ഗൈസ്. അടുത്തത് നമുക്ക് ഈ റൂം വൃത്തിയാക്കാം ഗൈസ്. ഇതൊക്കെ കണ്ട ഫാനെല്ലാം കണ്ട പൊടി പിടിച്ചിട്ട് 2 ദിവസമായിട്ട് വൃത്തിയാക്കിയിട്ട്, എന്നാലും വീം പൊടി പിടിക്കുന്നുണ്ട്. എന്താ അറിയില്ല, റോഡ് ആ സൈഡ് തന്നെ ആയതുകൊണ്ട് റോഡത്തെ പൊടിയെല്ലാം ഉള്ളിലാന്ന് പറ്റ ഫുള്ള് പോയി ഗൈസ്. അവിടെ മഴ വിധിച്ച് വെള്ളം നിന്നിച്ച് കണ്ട ചുമലെല്ലാം അങ്ങ് എത്തിയന്നെ. ഫുള്ളും സെറ്റായിട്ട് വേണം പെയിന്റ് കൊടുക്കാൻ. അപ്പുറത്തെ കുറച്ച് പണി ഉണ്ടാവില്ല, സെറ്റായിട്ട് വേണം ഫുള്ള് റൂമിനെ ഒന്ന് മാറ്റിയെടുക്കാൻ, റെഡി ആക്കണം ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് ഈ ആദ്യം ബണ്ണാമ്പലെല്ലാം അടിച്ച് വൃത്തിയാക്കാം. ആദ്യം കൊതുവലെല്ലാം എടുത്തിട്ടയച്ച് ബണ്ണാമ്പൽ അടിക്കാം ഗൈസ്. അപ്പൊ നമ്മ അടുത്ത പരിപാടി വെച്ചെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകലാണ്. അപ്പൊ ഇത് ഉമ്മ ജനലെല്ലാം വെള്ളം അടിച്ച് കഴുകുന്നുണ്ട്. എന്റെ അനിയൻ ചോറയ്ക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്. കളിക്കുന്നിടത്തുനിന്ന് ചോറയ്ക്കാണ്ട് വന്നിട്ടുണ്ട്. നല്ല കൂന്തല് പൊരിച്ചതും ചോറും. അപ്പൊ അവൻ ചോറയ്ക്കട്ട് നമ്മളിവിടെ ഉമ്മ വെള്ളടിച്ച് കഴുകുന്നുണ്ട്. നമുക്ക് വലിക്കത് ഇങ്ങനെ. അപ്പൊ ഇതവിടെ ഉമ്മ വലിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങായിരിക്കും നിക്കെന്ത് പണി, വീഡിയോ എടുക്കലോന്ന് അല്ല ഗൈസ്. കുറച്ച് ഉമ്മ എടുക്കും, കുറച്ച് ഞാൻ എടുക്കും, അങ്ങനെയാന്ന് കേട്ടാ. അപ്പൊ ഇപ്പൊ വീഡിയോ എടുത്തെടുക്കാനേ ആരില്ലാത്തോണ്ട് ഞാന് ഉമ്മ പറഞ്ഞ ഉമ്മ വലിക്കും, ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെയാണ് ഉമ്മ വലിക്കുന്നത്. അങ്ങനെ ഗൈസ് ഫൈനലി എല്ലാം വൃത്തിയാക്കി ഉമ്മതാടെ ഇരുന്ന് ഫോണിൽ കളിക്കുന്ന ഗൈസ്. റെസ്റ്റ് എടുക്കുന്നതാണ്. അങ്ങനെ സോഫ ഇടിണ്ടായത് ആടത്തേക്ക് മാറ്റി, അങ്ങനെ വൃത്തിയാക്കി. ഒരു ചെറിയൊരു വീഡിയോ, കുറച്ചും കൂടി പണി ബാക്കി ഉണ്ട് ഗൈസ്. അങ്ങനെ വായിലെല്ലാം അടച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയി ഗൈസ്, വൈകുന്നേരം ആയി. ആരും ഇല്ല, ഞാനും ഉമ്മാവും മാത്രമേ ഇല്ലൂട്ടാ. അവര് അനിയത്തി ജോലിക്ക് പോയി, അനിയൻ കളിക്കാൻ പോയി. അങ്ങനെ എല്ലാം ആണ് കഥ. അപ്പൊ അനിയൻ ഇത് ഇവിടെ ഇരുന്ന് സിനിമ നോക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചിക്കൻ എല്ലാം കൈ വെച്ച്, ചിക്കൻ കറിയും പിന്നെ എന്തുമ്പോ തിന്നാന് ചിക്കൻ കറി അല്ലെങ്കിൽ പൂരി അല്ലെങ്കിൽ പത്തല്, ഇവിടെ അങ്ങനെയാണ് ഗൈസ്. അപ്പൊ നമ്മ മൂത്തമ്മാന്റെ അടുത്തേക്ക് പോവാന്ന്.
രാത്രി എന്തിനു പോകുന്നതെന്ന് വെച്ചെങ്കിൽ അവിടെ നനക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ ഇടാന്. അപ്പൊ അത് എടുക്കാനും വേണ്ടിട്ട് പോന്നെയാണ് ഞാനും എന്റെ അനിയനും. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. പോയിക്കൊണ്ടിരിക്കുകയാണ് മുത്തമ്മാന്റെ അടുത്തേക്ക്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇവിടെ അടുത്ത് തന്നെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, നമ്മ കൊറേ വട്ടം പോകുന്നതെല്ലാം ഇവിടെ തന്നെയാണ്. അത് നമ്മളവിടെ വാഷിംഗ് മെഷീൻ ഇല്ല, കംപ്ലൈന്റ്. നമ്മള് വാഷിംഗ് മെഷീൻ പോയിന്, അന്നേ കംപ്ലൈന്റ് ആയിട്ട് പോയിന്. അപ്പൊ പിന്നെ പുതിയത് വാങ്ങണത്രേ. അപ്പൊ നമ്മ പയ്യെ വാങ്ങാന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതുവരെ വാഷിംഗ് മെഷീനിൽ കുറച്ച് അധികം ആയെങ്കിലും മുത്തമ്മാന്റെ അടുത്തേക്ക് നനക്കാൻ കൊണ്ട് കൊടുക്കലാന്ന്. മറ്റേ നമ്മ കൈയോടെ തന്നെ നനക്കല്. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മുത്തമ്മാന്റെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കലാന്ന്. അപ്പൊ നമ്മളെ രാവിലെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിന്. അപ്പൊ നമ്മളിപ്പം എടുക്കാൻ പോന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്തിട്ട് കാണാം ഗൈസ്. മുത്തമ്മാന്റെ പേരിലേക്ക് എത്തി ഗൈസ്. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറി വെക്കാം. അങ്ങനെ അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ പുള്ളെല്ലാം അവിടെ കളിക്കുന്നുണ്ടായിട്ടോ. ഇത് ചെറിയ അമ്മേൻ്റെ ചെറിയ കുഞ്ഞാന്ന്. അവിടെ എത്തുമ്പോൾ അവര് എന്താ പറയല്, ടീച്ചർ കളി കളിക്കുന്നതാണ്. ടീച്ചറും മാഷെല്ലായിട്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. മൂത്തമ്മ അവിടെ ഇരുന്ന് ഓതുന്നുണ്ടായതാണ്. അങ്ങനെ ഗൈസ് നമ്മ മടങ്ങിയിട്ട് പോരയിലേക്ക് പോകുന്നുണ്ട്. നമ്മളിവിടെ ഫുള്ള് ഡെക്കറേഷൻ ആക്കിട്ടാ. നബിദിനല്ലേ വരാൻ പോന്നേ. അപ്പൊ അങ്ങനെ ലൈറ്റെല്ലാം ഇടണം അത്ര. ഫുള്ള് ഡെക്കറേഷൻ ആക്കി. അപ്പൊ നമ്മ പോകുന്നുണ്ട്. ഇനിയിപ്പൊ എത്തിച്ച് കാണാം. അങ്ങനെ ഗൈസ് നമ്മ പൊരക്കെത്തി. ഇതാണ് നമ്മളെ പെര ഗൈസ്. പൊരക്കെത്തി ഗൈസ്. ആരോ കുട്ടിയെല്ലാം ഉണ്ട്, കാണുന്നുണ്ട്. മുത്തമ്മാന്റെ അവിടെ പോയി വരുമ്പോ ഇതാ ഉമ്മ ഇടാ പത്തല ചുടുന്നുണ്ട്. പത്തല ചുട്ടിട്ട് കറിയായമ്മ ചിക്കൻ കറി. അല്ല, ചിക്കൻ കറി ആയി. ഉമ്മയുടെ പത്തലും ചുടുന്ന. അങ്ങനെ നമ്മ തിന്നെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മ TV നോക്കുന്നേട്ടാ. നമ്മ ബിഗ് ബോസ് കാണുന്നതാണ്. നമ്മ എപ്പോഴും കാണലുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.